വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഇതുവരെ പുറത്തുവന്ന വാർത്തകളുടെ സമഗ്ര ചിത്രം. അതാണ് ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള വാർത്താമഴയിൽ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്താൻ പോകുന്നത്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ച് വയനാട് കളക്ടറേറ്റിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. പോലീസ് ലാത്തി ചാർജ് നടത്തി. പ്രവർത്തകർക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുർജിത്ത്, വലിയ രീതിയിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. പുനരധിവാസം വൈകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിഷേധം. പോലീസ് പലതവണ ലാത്തി വീശുന്നതും കണ്ടു. ഇപ്പോൾ സമാധാനപരമായ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ സുർജിത്ത്? സുർജിത്ത് അയ്യപ്പത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വയനാട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. മാർച്ച് കളക്ടറേറ്റ് കവാടത്തിൽ പോലീസ് തടഞ്ഞു. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടു. പിന്നീട് അതിനുശേഷം വലിയ സംഘർഷത്തിലേക്ക്, ലാത്തി ചാർജിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. പ്രവർത്തകർക്ക് നേരെ പോലീസിൻ്റെ ലാത്തി ചാർജ് ഉണ്ടായി. തുടർന്ന് ഏറെ നേരം പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന നിലയുണ്ടായി. പലതവണ പോലീസ് ലാത്തി വീശുന്നത് കണ്ടു. പ്രവർത്തകർക്ക് നേരെ കണ്ണീർ വാതകവും പോലീസ് പ്രയോഗിച്ചിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകും. കേന്ദ്ര സർക്കാരിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം നടന്നത്. പുനരധിവാസം വൈകുന്നു എന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം, ഒപ്പം തന്നെ കേന്ദ്ര സഹായം വൈകുന്നു എന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം. ഇത് രണ്ടും നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചതാണ്. അതിൻ്റെ ഭാഗമായി പുനരധിവാസം വൈകുന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, ദുരന്തബാധിതർക്കുള്ള സഹായങ്ങൾ വൈകുന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സർക്കാരിൻ്റെ ഇടപെടൽ കാര്യക്ഷമമല്ല എന്ന വിമർശനം ഉയർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ കളക്ടറേറ്റ് മാർച്ചിലാണ് സംഘർഷം ഉണ്ടായിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്ത്, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? സുർജിത്ത്, നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് അല്പം അയവ് വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് മാർച്ച് നടത്തിയത്. ഈ മാർച്ചിനിടയിലാണ് സംഘർഷം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിക്കയറാൻ ശ്രമിച്ചു. ബാരിക്കേഡ് മറികടക്കാൻ വേണ്ടി ശ്രമം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനിടയിൽ അല്പസമയത്തിന് ശേഷം വീണ്ടും സംഘർഷാവസ്ഥ തുടരുകയായിരുന്നു. പ്രവർത്തകർക്ക് ലാത്തി ചാർജിൽ പരിക്കേറ്റിട്ടുണ്ട്. ഏതാനും പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അമൽ ജോയ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നടത്തിയത്. ഈ മാർച്ചിൽ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധ മാർച്ചിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ മാർച്ചിലാണ് ഇപ്പോൾ സംഘർഷാവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ആ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥ ഉണ്ടായത് എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. രണ്ട് ഗേറ്റുകളിലും പ്രവർത്തകർ സ്തംഭിപ്പിക്കുകയും ആളുകളെ കടക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനിടയിലാണ് പോലീസ് ലാത്തി ചാർജ് നടത്തിയത്. ആ ലാത്തി ചാർജിലാണ് ഇപ്പോൾ പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഇതിൽ നേരത്തെയും ശക്തമായ രീതിയിലുള്ള സമരം തുടരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒപ്പം തന്നെ UDF-ഉം ഈ കേന്ദ്ര സർക്കാരിന്റെ സഹായം വൈകുന്ന സാഹചര്യത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഹർത്താൽ അടക്കം നടത്തിയതായിരുന്നു. എന്തായാലും ഇതിന്റെ തുടർച്ചയായാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുള്ള വീഴ്ചയും ഇവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രതിഷേധമാണ് ഇപ്പോൾ സംഘർഷാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. സുർജിത്ത്, പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലേക്ക് എത്തുകയാണ്, വയനാട് മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. അവിടെ പ്രവർത്തകർ വലിയ സ്വീകരണമൊക്കെ ഒരുക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെയൊരു വലിയ പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടന്നിരിക്കുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. ഈ നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്കാണോ പോലീസ് കടക്കുന്നത്? നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. നാളെയാണ് പ്രിയങ്ക ഗാന്ധി വയനാട് ജില്ലയിലെത്തുന്നത്. മാനന്തവാടിയിലാണ് ആദ്യ സ്വീകരണ പരിപാടി. അതിനുശേഷം ബത്തേരിയിലും പിന്നീട് കൽപ്പറ്റയിലുമാണ് സ്വീകരണ പരിപാടി നടക്കുന്നത്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടിയുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് വരികയും അത് വലിയ സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പ്രവർത്തകർ ഈ നിലവിൽ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് പോലീസ് എത്തിയിരിക്കുകയാണ്. ഏതാനും പ്രവർത്തകർക്ക് പരിക്കേറ്റുണ്ട് ലാത്തി ചാർജിൽ. മാത്രമല്ല ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് വലിയ സംഘർഷത്തിന് വഴിമാറുന്ന സ്ഥിതിയിലേക്ക് ഈ കളക്ടറേറ്റിന്റെ കവാടം മാറിയത്. രണ്ട് കവാടങ്ങളാണ് കളക്ടറേറ്റ് ഉള്ളത്. ഈ രണ്ട് കവാടങ്ങളിലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം, അത് പോലീസുമായി ചെയ്തിരിഞ്ഞ് വാക്കേറ്റം, പിന്നീട് ഏറ്റുമുട്ടൽ, ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ രീതിയിൽ തന്നെ ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മാർച്ച് നടത്തിയത്. ചൂരൽമല മുണ്ടക്കൈ നിവാസികളായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ, അതായത്
പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകണമെന്നുള്ളതാണ്. ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം വൈകുന്നതിനെതിരെ വിമർശിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ മെല്ലെപ്പോക്ക് നയമെന്നുള്ള ആരോപണം കൂടി ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ശക്തമായ ഇതിലുള്ള പ്രതിഷേധം, ഈ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പുനരധിവാസം വൈകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ കളക്ടറേറ്റ് മാർച്ച് നടന്നത്. അതാണിപ്പോൾ സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. അതിനുശേഷം ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. തുടർന്ന് പോലീസുമായി വാക്കേറ്റത്തിലേക്ക്, ലാത്തിചാർജിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. കണ്ണീർ വാതകവും പ്രവർത്തകർക്ക് നേരെ പോലീസ് പ്രയോഗിച്ചിട്ടുണ്ട്. വലിയ സംഘർഷാവസ്ഥ വയനാട് കളക്ടറേറ്റിന് മുമ്പിൽ അല്പസമയം മുമ്പ് നിലനിന്നിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ സമാധാനപരമായ നിലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്ന് മനസ്സിലാക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ട് ഒരു ഭാഗത്ത്. അതിനിടയിൽ തന്നെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ ദുരന്തബാധിതർക്ക് സഹായം നൽകുന്നതിൽ വലിയ അനാസ്ഥ സർക്കാർ കാണിക്കുന്നു എന്ന വിമർശനം ഉയർത്തിക്കൊണ്ടാണ്, അതിൽ തന്നെ പുനരധിവാസം പ്രത്യേകമായി ഊന്നിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടാവുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ മാത്രമല്ല, കേന്ദ്ര സർക്കാരിനെതിരെയും വിമർശനം ഉയർത്തിക്കൊണ്ട് നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം പ്രഖ്യാപിച്ചതാണ്. അതിന്റെ ഭാഗമായുള്ള മുദ്രാവാക്യങ്ങളും ഈ പ്രതിഷേധത്തിൽ കേൾക്കാമായിരുന്നു. കേന്ദ്ര സഹായം ഇതുവരെ ലഭ്യമാകാത്തതടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. സുർജിത്ത്, പുതിയ വിവരങ്ങൾ എന്താണ് സുർജിത്ത്? പ്രവർത്തകർ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ജഷീർ പള്ളിവയൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ വളഞ്ഞിട്ട് പോലീസ് തല്ലുന്നത് കാണാമായിരുന്നു. ആദ്യം വാക്കേറ്റമായിരുന്നു. വാക്കേറ്റത്തെ തുടർന്ന് പിന്നീട് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അവരാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഇങ്ങനത്തെ ഒരു സംഘർഷാവസ്ഥയിലേക്ക് വഴിമാറിയപ്പോഴാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ഉൾപ്പെടെയുള്ളവർ ഇറങ്ങി പുറത്തേക്ക് വന്നത്. ഈ നിരവധി നേതാക്കളെ വളഞ്ഞിട്ട് തല്ലുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അരുൺ ദേവ് അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്. അവരുടെ നേതൃത്വത്തിൽ അവരെ ഒക്കെ തല്ലുന്ന ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. എന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം, ആ പ്രതിഷേധമാണ് കണ്ടത്. അവിടെ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട പുനരധിവാസം അത് വൈകുന്നതിനെതിരെയാണ് ഇങ്ങനെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പരിപാടി ആലോചിച്ചത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. തുടർ പ്രക്ഷോഭം എന്നുള്ള നിലയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നേരത്തെ സമാനമായ വിഷയം ഉയർത്തി കേന്ദ്ര സഹായം വൈകുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തിയത്. അത്തരത്തിൽ യുവജന സംഘടനകളുടെ ശക്തമായ പ്രതിഷേധമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി കാണുന്നത്. ഈ ഡിസംബർ മാസത്തിൽ ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങല അടക്കമുള്ള പ്രക്ഷോഭ പരിപാടികൾ നടത്തുന്നുണ്ട്. ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസും സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൽ പ്രധാനമായും സംസ്ഥാന സർക്കാരിനെയും കൃത്യമായ രീതിയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. കാരണം ഒരു സംസ്ഥാന സർക്കാർ മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിക്കുന്നത് ഈ വിഷയത്തിൽ എന്നുള്ളതാണ് ഉന്നയിക്കുന്ന ആക്ഷേപം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുനരധിവാസം അടക്കം വൈകുന്ന ഒരു നിലയുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നടപടി തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഈ യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പ്രസിഡന്റ് അമൽ ജോയിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത്. ആ മാർച്ചാണ് ആദ്യഘട്ടത്തിൽ ഈ ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. ചെറിയ ഉന്തും തള്ളും ഉണ്ടായി. പക്ഷേ പിന്നീട് അല്പസമയം കഴിഞ്ഞ് നേതാക്കളുടെ പ്രസംഗം, അതിനുശേഷമാണ് വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലേക്ക് മാറുകയും ആ പ്രവർത്തകരെ പൂർണ്ണമായും പോലീസിൽ ലാത്തിചാർജ് നടത്തുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. എന്തായാലും പ്രതിഷേധം തുടരുകയാണ്. ശക്തമായ സംഘർഷാവസ്ഥയാണ് ഈ കളക്ടറേറ്റ് പരിസരത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റം അടിക്കടി തുടരുന്ന സാഹചര്യമുണ്ട്. പല പ്രവർത്തകർക്കും പരിക്കേറ്റുണ്ട്. ജഷീർ പള്ളിവേൽ അടക്കമുള്ള നേതാക്കൾക്ക് അവർക്ക് ശരീരത്തിൽ ആകമാനം മുറിവേൽക്കുന്ന നിലയിലേക്ക് അത്തരത്തിലുള്ള ലാത്തിയടിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ സംഘർഷാവസ്ഥ തുടരുന്നു. അതിന് അയവില്ല. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീക്കം നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു നീക്കമാണ്. വാക്കേറ്റം ഉണ്ടാവുന്നുണ്ട്. ഈ പ്രവർത്തകരും അതോടൊപ്പം തന്നെ പോലീസും തമ്മിൽ ഇടയ്ക്കിടെ വാക്കേറ്റം ഉണ്ടാവുന്നുണ്ട്. ഷമീർ വൈത്തിരി അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്.
അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പോലീസുമായി വാക്കേറ്റം തുടരുന്ന രീതി കൂടി കാണുന്നുണ്ട്. എന്തായാലും സംഘർഷാവസ്ഥയ്ക്ക് നിലവിൽ പോലീസ് നടപടിക്ക് പിന്നാലെ റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധത്തിലേക്കാണോ, ഈ കുത്തിയിരുന്ന പ്രതിഷേധം എന്നാൽ റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധത്തിലേക്കാണോ യൂത്ത് കോൺഗ്രസ് കടന്നിരിക്കുന്നത്? തീർച്ചയായും റോഡ് ഉപരോധം അടക്കമുള്ള, കാരണം ഇത് കൽപ്പറ്റ നഗരത്തിലൂടെ കടന്നു പോകുന്ന സുൽത്താൻ ബത്തേരിയിലേക്കും മാനന്തവാടിയിലേക്കും കടന്നു പോകുന്ന പ്രധാന റോഡാണ് കളക്ടറേറ്റിന് മുന്നിലൂടെ ഉള്ളത്. ആ റോഡിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. വാഹനങ്ങളെല്ലാം തന്നെ ബൈപ്പാസ് വഴി തിരിച്ചുവിടുകയാണ്. അത്തരത്തിൽ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം ആ തരത്തിലാണ് കാണുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ സ്ഥലത്തുണ്ട്. അദ്ദേഹം ഈ പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള വാക്കേറ്റം പോലീസുമായി ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസം അടക്കമുള്ള വിഷയങ്ങൾ അത് വൈകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്താൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചത്. ആ പ്രതിഷേധമാണ് ഇപ്പോൾ നിലവിൽ സംഘർഷാവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത്. പ്രവർത്തകരുടെ ശരീരത്തിൽ ഗുരുതരമായ രീതിയിലുള്ള പരിക്ക്, അത്തരത്തിൽ ലാത്തിയടി ഏറ്റുകൊണ്ടുള്ള പരിക്കാണ്. അങ്ങനെ നിരവധി പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നതും. എന്തായാലും സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടില്ല. സംഘർഷാവസ്ഥ തുടരുക തന്നെയാണ്. എന്തായാലും ആ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു പ്രതിഷേധം തുടർച്ചയായി കൊണ്ടുപോകാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ശക്തമായ രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് പോകണം എന്നുള്ള അത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ളത്. ഇപ്പോഴും നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് ഒരു തരത്തിലുള്ള അയവും ഉണ്ടായിട്ടില്ല. പ്രവർത്തകർ ആ മേഖലയിൽ തമ്പടിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. പക്ഷേ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുന്നില്ല. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള ജില്ലാ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവർ പോലീസുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു നിരന്തര സംഘർഷം തുടരുന്ന. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള ശബ്ദത്തെ സർക്കാർ അടിച്ചമർത്താൻ നോക്കുന്നു എന്ന വിമർശനം യൂത്ത് കോൺഗ്രസ് ഉയർത്തുകയാണ്. ഇപ്പോൾ ടി സിദ്ദിഖ് MLA നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ടി സിദ്ദിഖ്, വലിയ തെരുവ് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ പുനരധിവാസം വൈകുന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം, അതിനു നേരെ കർശനമായ പോലീസ് നടപടി ഉണ്ടാവുന്നു. തുടരെ ലാത്തിച്ചാർജ്, കണ്ണീർ വാതകം, നേതാക്കൾക്ക് പരിക്ക്, അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടി, അതൊക്കെയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ശ്രീ ടി സിദ്ദിഖ്, 120 ദിവസത്തിലധികമായി പുനരധിവാസം കാത്തു കഴിയുന്നതായ ജനങ്ങൾക്ക്, ദുരന്തബാധിതരായ ആളുകൾക്ക് ആശ്വാസം നൽകണം, അടിയന്തരമായി സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരം. ഈ സമരത്തെ നിർദാക്ഷിണ്യം, മനുഷ്യത്വരഹിതമായി, അതിന്റെ ഒരു മുദ്രാവാക്യത്തിന്റെ സെന്റിമെന്റ്സിനോട് പോലും ഒരു നീതി പുലർത്താതെ കാട്ടുനായ്ക്കളെ പോലെ അടിച്ചമർത്തുന്ന നയമാണ് പോലീസ് സ്വീകരിച്ചത്. ഈ പോലീസ് തേർവാഴ്ച കേരളത്തിന്റെ ഗവൺമെന്റിന് വേണ്ടിയാണെങ്കിൽ ഞങ്ങൾ പറയുന്നു, ഈ പോരാട്ടം ഇതിനേക്കാൾ 10 മടങ്ങ് ശക്തിയോടുകൂടി കൊണ്ടുപോകും, തർക്കം വേണ്ട. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ, സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാരെ, അവരൊക്കെ ഐഡന്റിഫൈ ചെയ്യപ്പെട്ട നേതാക്കന്മാരാണ്, പ്രധാന നേതാക്കന്മാരാണ്. ആ സമാധാനത്തിന് വേണ്ടി ശ്രമിച്ച ആ നേതാക്കന്മാരെ ഉൾപ്പെടെ ഗുരുതരമായ രീതിയിൽ പോലീസ് അടിക്കുകയാണ്. നിർദാക്ഷിണ്യം. സാധാരണഗതിയിൽ അടിക്കുന്നതിനൊരു മയവും ഒരു മാന്യതയും ഒക്കെ ഉണ്ടാവും. സമാധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ വരെ അടിച്ചമർത്തിയിരിക്കുകയാണ്. ഇതിൽ ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. ശക്തമായിട്ടുള്ള പ്രതിഷേധം തുടരും. ഒന്ന്, പോലീസിനെതിരായിട്ടുള്ള സമരപരിപാടി കൂടെ ആരംഭിക്കേണ്ടതായ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഗവൺമെന്റ് തലത്തിൽ സ്വീകരിക്കേണ്ട നിരവധി കാര്യമുണ്ട്. ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ദുരന്തബാധിതർ പഴയതിനേക്കാൾ വലിയ പ്രയാസത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ആർക്കാണ് കണ്ണടച്ചിരിക്കാൻ പറ്റുക? പ്രതിഷേധിക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചു. ആ പ്രതിഷേധത്തെ വളരെ മോശമായി വളഞ്ഞിട്ട് മർദ്ദിച്ചു. ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമില്ല. ഇതിനെതിരായിട്ടുള്ള പോരാട്ടം തുടരും. വ്യാപകമായ തലത്തിലേക്ക് ഈ പ്രതിഷേധം കൊണ്ടുപോകാനുള്ള നടപടികൾക്കും നേതൃത്വം കൊടുക്കും. ഇതിന് ഒന്ന് ഈ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനമാണ്, കേന്ദ്ര സഹായം വൈകുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മറ്റൊന്ന്, സംസ്ഥാന സർക്കാർ നൽകിയ ചില ഉറപ്പുകൾ, പുനരധിവാസത്തിന്റെ കാര്യത്തിലടക്കം സർക്കാർ കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്നുള്ള വിമർശനമാണ്. അതിലാണ് പ്രതിഷേധം ഉയരുന്നത്. അതാണ് ഇങ്ങനെ ഒരു നാടകീയമായ സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പ്രിയങ്ക ഗാന്ധി നാളെ മണ്ഡലത്തിലേക്ക് എത്തുന്നുണ്ട്. കൂടുതൽ പ്രതിഷേധ പരിപാടികൾ കോൺഗ്രസ് ഏത് തരത്തിലാണ് ആലോചിക്കുന്നത് ഈ ഘട്ടത്തിൽ? കോൺഗ്രസ് തലത്തിൽ പ്രക്ഷോഭ യാത്ര ഉൾപ്പെടെ, സംസ്ഥാനതല പ്രക്ഷോഭം ഉൾപ്പെടെ വിവിധ തലങ്ങളിലുള്ള പരിപാടികൾ കോൺഗ്രസ് തലത്തിലുണ്ടാകും, UDF തലത്തിലുണ്ടാകും.
മാത്രമല്ല ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർക്കെതിരായിട്ടുള്ള മർദ്ദനത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടുള്ള നടപടി കൂടെ ഉണ്ടാവണം. ഞങ്ങൾ വരുന്ന ഈ 10-ാം തീയതി ശേഷം ഞങ്ങൾ ഒരു വലിയതായിരിക്കുന്ന മാർച്ച് ഓൾറെഡി തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനം നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. കോൺഗ്രസിന്റെ UDFന്റെ പ്രാദേശിക തലത്തിലുള്ള ലീഗിന്റെ ഒക്കെ പ്രാദേശിക തലത്തിലുള്ളതായ ഘടകങ്ങളുടെ പരിപാടികൾ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമര പരിപാടികൾ നടക്കും. രണ്ട് കാര്യമാണ്. ഒന്ന്, കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന മനുഷ്യത്വരഹിതമായ ക്രൂരമായ സമീപനം. രണ്ട്, പുനരധിവാസം വൈകിപ്പിക്കുന്നതായ സംസ്ഥാന സർക്കാരിന്റെ സമീപനം. ഈ രണ്ട് സമീപനങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം അതിശക്തമായി തുടരും. ഇന്നത്തെ ആക്രമം പോലീസ് നേതൃത്വത്തിൽ പോലീസിന്റെ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണ്. ശരി, വളരെ നന്ദി. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ടി സിദ്ദിഖ് MLA പ്രതികരിക്കുകയായിരുന്നു. ശക്തമായ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസും കടക്കും പോലീസ് നടപടിക്കെതിരെ എന്നാണ് ടി സിദ്ദിഖ് വ്യക്തമാക്കുന്നത്. IC ബാലകൃഷ്ണൻ MLA കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ IC ബാലകൃഷ്ണൻ MLA, വലിയ രീതിയിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് കണ്ടു. ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും. ഒരുപാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കുത്തിയിരുന്ന പ്രതിഷേധം, റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് പ്രവർത്തകർ കടക്കുന്നു. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, ശ്രീ IC ബാലകൃഷ്ണൻ? ഇതിന്റെ അകത്ത് മുണ്ടക്കൈ ദുരന്തം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഈ രാജ്യത്തെയും ഈ ലോകത്തെയും എല്ലാം ഞെട്ടിച്ച ഒരു വലിയ ഒരു ഭയാനകമായ ഒരു ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ദുരന്ത ഭൂമി സന്ദർശിക്കാത്ത ആരാണുള്ളത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി സന്ദർശിച്ചു, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സന്ദർശിച്ചു, സർവ്വ നേതാക്കള്, അതോടൊപ്പം രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള എല്ലാ ദേശീയ സംസ്ഥാന നേതാക്കളും സന്ദർശിച്ച് വളരെ കൃത്യമായി വിലയിരുത്തി. ഇതിന്റെ അകത്ത് അവസാനം ഇന്ന് ആ ദുരന്തത്തിൽപ്പെട്ട ഇരയായ നമ്മുടെ സഹോദരങ്ങള് ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുന്ന സാഹചര്യമാണ്. കേന്ദ്രം ഒരു ഫണ്ട് പോലും അനുവദിച്ചിട്ടില്ല എന്ന് പറയപ്പെടുന്നു. അനുവദിച്ചിട്ടില്ല. സംസ്ഥാന ഗവൺമെന്റിന്റെ കൈവശമുള്ള ദുരിതാശ്വാസ നിധിയിലെ തുകയെടുത്ത് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് പരാജയപ്പെട്ടു. നിരവധി സ്പോൺസർഷിപ്പ് ഇന്ന് മതസംഘടനകളും രാഷ്ട്രീയ സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ തയ്യാറായി നിൽക്കുക. അതുപോലും ഏകോപിപ്പിക്കാൻ കഴിയാതെ സംസ്ഥാന ഗവൺമെന്റ് ഇന്ന് പരാജയപ്പെട്ടിരിക്കുക. അപ്പൊ ഇത്തരം ദുരന്തമുണ്ടായ സ്ഥലത്ത് ഒരു ഏകോപനമായി ഭരിക്കുന്ന ഗവൺമെന്റുകൾ ഇടപെട്ടില്ലെങ്കിൽ പ്രതിപക്ഷ സംഘടനകൾ അത് പ്രതിഷേധിക്കും. ആർക്ക് വേണ്ടിയാ പ്രതിഷേധിക്കുന്നത്? ആ ഇരകൾക്ക് വേണ്ടിയാ. അപ്പോ ആ പ്രതിഷേധങ്ങൾ പോലീസ് ലാത്തി ഉപയോഗിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളെയും പ്രവർത്തകരെയും തല്ലിച്ചതയ്ക്കുക എന്ന് പറയുമ്പോൾ, അടിച്ചമർത്തപ്പെടുക എന്ന് പറയുമ്പോൾ അത് ശരിയല്ല. അതുകൊണ്ട് ഞങ്ങൾ ശക്തമായി അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഐക്യ ജനാധിപത്യ മുന്നണി വയനാട് ഹർത്താൽ പ്രഖ്യാപിച്ചു. തുടർന്നുള്ള സമരപരിപാടികൾ ആസൂത്രണം ചെയ്തു. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും ഗവൺമെന്റുകൾ കണ്ണു തുറക്കേണ്ടതുണ്ട്. ആ നിലപാടുകൾ സ്വീകരിക്കാത്തതിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധങ്ങൾ നടത്തുമ്പോൾ ഇതുപോലുള്ള മാരകമായുള്ള ലാത്തിച്ചാർജും മറ്റുള്ള കാര്യങ്ങൾ നടത്തി നിരവധി പേർക്ക് പരിക്കാണ്. ആരാണ് സമാധാനം പറയേണ്ടത്? അങ്ങനെ തച്ചു തകർക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഒരിക്കലും അനുവദിച്ചുകൂടാ. ശക്തമായുള്ള പ്രതിഷേധങ്ങളുമായി അതിശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശരി, IC ബാലകൃഷ്ണൻ MLA പ്രതികരിക്കുകയായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരണം എന്ന് ചൂണ്ടിക്കാട്ടുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സഹായം വൈകുന്നു എന്ന ന്യായം പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ചെയ്യാനുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്യാതിരിക്കരുത് എന്ന കാര്യം ചൂണ്ടിക്കാട്ടുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ഒപ്പം തന്നെ ഈ പോലീസ് നടപടിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരും എന്ന മുന്നറിയിപ്പ് കൂടി കോൺഗ്രസ് നേതൃത്വം നൽകുകയാണ്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വയനാട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. അതാണ് വലിയ സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നത്. പോലീസ് നിരവധി തവണ പ്രവർത്തകർക്ക് നേരെ ലാത്തി ചാർജ് നടത്തി, പ്രവർത്തകർക്ക് നേരെ കണ്ണീർ വാതകം പ്രയോഗിക്കുന്ന നിലയുമുണ്ടായി. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്.
ലാത്തിയടിയേറ്റ പ്രവർത്തകന്റെ ദൃശ്യങ്ങളൊക്കെ നേരത്തെ പ്രേക്ഷകർ കണ്ടിരുന്നു. ഒരുപാട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നിലയും ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അവിടെ തുടരുകയാണ്. സംഘർഷാവസ്ഥയ്ക്ക് ഒരായവ് വന്നു എന്ന് പറയാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള, പ്രധാന പാത ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് കടന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധമുയർത്തുന്നുണ്ട്. പിന്തുണ പോലീസ് നടപടിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം കോൺഗ്രസ് നേതൃത്വവും ഉയർത്തുകയാണ്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വയനാട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. ഇപ്പോഴതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴവിടെ ഈ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു പ്രതികരണത്തിലേക്ക്. പോലീസിലൂടെ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്, ഇവിടെ കേന്ദ്ര സർക്കാരിന് എതിരെയല്ല ഞങ്ങൾ സമരം ചെയ്ത്. മുണ്ടക്കൈയിലെ ജനങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇവിടുത്തെ പോലീസിന് എന്താണ് ക്രിമികടി എന്നാണ് യൂത്ത് കോൺഗ്രസ് ചോദിക്കാനുള്ളത്. ഞങ്ങളെ ഒരുപാട് അടിച്ചു നിങ്ങൾ ഒതുക്കാമെന്ന വിചാരമെങ്കിൽ യാതൊരു തർക്കവും വേണ്ട. അവസാന യൂത്ത് കോൺഗ്രസുകാരന്റെ ചോര വീണതിന് ശേഷമേ ഈ സമരത്തിൽ ഞങ്ങൾ പിരിഞ്ഞുകൊള്ളൂ. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? കുത്തിയിരുന്നുള്ള പ്രതിഷേധം ദൃശ്യങ്ങളിൽ കാണാം. ഒരു സംഘർഷാവസ്ഥ മാറിയെന്ന് പറയാവുന്ന നിലയായിട്ടുണ്ടോ സുർജിത്ത്? നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് അല്പം അയവ് വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അംഗങ്ങളായി തമ്പടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ പൂർണ്ണമായും ഈ സംഘർഷാവസ്ഥയ്ക്ക് അയവ് ഒന്നും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയല്ല എന്നുള്ളതും പറയേണ്ടി വരും. എന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം അതാണെന്ന് കണ്ടത്. അതിനിടയിൽ ചില സംഭവങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. രണ്ടാം ഗേറ്റിൽ NGO യൂണിയന്റെ ഒരു ധർണ, ഒരു പരിപാടി നടന്നിരുന്നു ഈ കളക്ടറേറ്റിന്റെ രണ്ടാം ഗേറ്റിൽ. ഒന്നാം ഗേറ്റിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. NGO യൂണിയന്റെ ആ ധർണയിരിക്കെ ഇരച്ചെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ NGO യൂണിയൻ പ്രവർത്തകരെ മർദ്ദിച്ചു എന്നുള്ള ഒരു പരാതി കൂടി ഉയരുന്നുണ്ട്. പരസ്പരം ചേരി തിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. NGO യൂണിയൻ പ്രവർത്തകരും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പരസ്പരം ചേരി തിരിഞ്ഞ് നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. 2 മണിക്കൂറോളം നീണ്ട സംഘർഷമാണ് വയനാട് കളക്ടറേറ്റ് സാക്ഷ്യം വഹിച്ചത് എന്നുള്ളതാണ്. കളക്ടറേറ്റിന്റെ മുൻവശത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പരിക്കേറ്റവരെല്ലാം തന്നെ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സംഘർഷത്തിന് നേരിയ അയവ് ഉണ്ടായിട്ടുണ്ട്. ഈ സംഘർഷത്തിനിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ അടക്കമുള്ളവർക്ക് പരിക്കേറ്റുണ്ട്. മാത്രമല്ല ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളായിട്ടുള്ള അമൽ ജോയ്, അദ്ദേഹം ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ഒപ്പം തന്നെ ജഷീർ പള്ളിവയൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക്, ഈ ഷമീർ വൈത്തിരി ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾക്കെല്ലാം തന്നെ പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധം ഇരുഭാഗത്തും, അതായത് ആദ്യം ഒന്നാം ഗേറ്റ് വഴിയാണ് പ്രവർത്തകർ എത്തിയത്. ആ പ്രവർത്തകർ ആദ്യം ബാരിക്കേഡ് മറികടക്കാൻ ഒരു ശ്രമം, ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് മറികടക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. പക്ഷേ ഇതിനിടയിൽ വാക്കേറ്റമുണ്ടായി, ഉന്തും തള്ളുമുണ്ടായി പോലീസുമായി. അത് പിന്നീട് നേതാക്കൾ ഇടപെട്ട് സംസാരിച്ചു. അതിനുശേഷം വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലേക്ക് കടക്കുകയായിരുന്നു. ഇരു ഗേറ്റുകളിലും, അതായത് 2 കവാടങ്ങൾ. ശരി, ഇപ്പോൾ തിരൂർ സതീഷ് മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹം അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്തതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുക. എല്ലാ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളും ഞാൻ കൈമാറിയിട്ടുണ്ട്. അല്ല, അതായത് അത് പോലീസിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. പോലീസിന് ഇതിനെ സംബന്ധിച്ചിട്ട് എനിക്കറിയാവുന്ന, ഇനി പോലീസിനോട് പറയാനുള്ള ഒരു കാര്യങ്ങളും ഇല്ല. അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിന്റെ തുടക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ആവശ്യത്തിനുള്ള എൻ്റെ കയ്യിലുണ്ടായിരുന്ന തെളിവുകളും ഞാൻ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അത് പോലീസിന് അതിൻ്റെതായ ഒരു രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കേണ്ട ഫയലുകളായ കാരണം അത് ആ രീതിയിലായിരിക്കും അവരത് കൈകാര്യം ചെയ്യാം. അല്ല, കള്ളപ്പണങ്ങൾ ഇപ്പൊ ഞാൻ കൊടുത്തത് ഇവിടെ വന്നിട്ടുള്ള ഓഫീസിൽ വന്നിട്ടുള്ള ഏറ്റവും ഗൗരവപരമായ ഒരു സംഭവമാണല്ലോ ഈ രാജ്യദ്രോഹ കുറ്റമായിട്ടുള്ള ഈ കള്ളപ്പണ ഇടപാട്. ആ കള്ളപ്പണ ഇടപാടുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പോലീസിന് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിന് എനിക്ക് അതിനോടനുബന്ധിച്ചിട്ട് എന്തെല്ലാം രേഖകൾ ഹാജരാക്കാൻ പറ്റും ആ രേഖകളും ഞാൻ പോലീസിന് കൈമാറിയിട്ടുണ്ട്. വിശദമായിട്ട് ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ ഇത്രയും നേരം ഞാൻ വിശദമായിട്ട് പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. അല്ല, ഈ പണം എന്ത് ചെയ്തു, ഏതെല്ലാം രീതിയിൽ കൈകാര്യം ചെയ്തു എന്നുള്ള എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും ഞാൻ പോലീസിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എന്തായാലും നിങ്ങളെ വിശദമായിട്ട് ഞാൻ നാളെ നിങ്ങളെ കാണുന്നുണ്ട്. ഇന്ന് എനിക്ക്
ഒരു 2 മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു പരിപാടി ഉണ്ട്, അതിന് വേണ്ടി ഞാൻ പോവാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ ഞാൻ നാളെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയാം. അല്ല, പോലീസ് ചോദിച്ച കാര്യങ്ങൾ ഇതാണ്. ഈ കുഴൽപ്പണം ഉള്ള സംഭവമാണല്ലോ, അതിനെ കുറിച്ചിട്ട് എന്താണ് ജില്ലാ ഓഫീസ് സെക്രട്ടറി ആയ താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചോദിച്ചു. അതിനെക്കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ട് എൻ്റെ കണ്ണിൽ കണ്ട കാര്യങ്ങളല്ല ഞാൻ വിശദമായിട്ട് പോലീസിന് പറഞ്ഞു. CCTVയുടെ കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് ഈ കാര്യങ്ങൾ നേരത്തെ സതീശ് പറഞ്ഞല്ലോ, സുരേന്ദ്രൻ ഉൾപ്പെടെ നിങ്ങൾ തലവാനെ പരിചയപ്പെടുത്തി അത്തരം കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അല്ല CCTVയുടെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഇനി പോലീസ് എന്നെ എപ്പോ വിളിച്ചു കഴിഞ്ഞാലും അവർക്ക് എന്ത് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ പൂർണ്ണമായിട്ട് പോലീസിനോട് സഹകരിക്കും. ഇപ്പൊ പറഞ്ഞിട്ടില്ല, ഇനി വരണമെങ്കിൽ ഞാൻ പറയും. അത് കഴിയുന്നത് പോലീസ് തീരുമാനിക്കട്ടെ. എന്റെ കയ്യിലുള്ള തെളിവ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇനി പോലീസ് തീരുമാനിക്കും. ഓക്കെ, നാളെ കാണാം. കുഴൽപ്പണ കേസിന്റെ തുടരന്വേഷണത്തിന് തുടക്കമായിരിക്കുകയാണ്. BJP മുൻ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിനുശേഷമുള്ള തിരൂർ സതീഷിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. തന്റെ കൈവശമുള്ള തെളിവുകൾ, രഹസ്യരേഖകൾ ഇതെല്ലാം പോലീസിന് കൈമാറിയിട്ടുണ്ട്. വിശദമായി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ പോലീസ് തീരുമാനിക്കട്ടെ എന്നാണ് തിരൂർ സതീഷ് വ്യക്തമാക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് 24-ലൂടെ പുറത്തു വന്ന വലിയ രാഷ്ട്രീയ വിവാദം, അതിനുശേഷം തുടരന്വേഷണത്തിന് കളമൊരുങ്ങുന്ന സാഹചര്യം. ഇപ്പോഴാ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, തൻ്റെ കൈവശമുള്ള എല്ലാ വിവരങ്ങളും കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു തിരൂർ സതീഷ്. എന്താണ് അദ്ദേഹം പ്രതികരിക്കുന്നത്? ഇനി പോലീസ് നീക്കം എങ്ങനെയായിരിക്കും സൂരജ്? ഇത് സംബന്ധിച്ച് നിർണായക രേഖകൾ കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് തിരൂർ സതീഷ് ഇപ്പോഴും നമ്മളോട് ആവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരൂർ സതീഷുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 24-ലൂടെ നടത്തിയ വെളിപ്പെടുത്തലിനപ്പുറം അത് സാധൂകരിക്കുന്ന ചില തെളിവുകൾ തൻ്റെ കയ്യിലുണ്ട്. അന്വേഷണ സംഘം മൊഴിയെടുക്കുന്ന സമയത്ത് അന്വേഷണ സംഘത്തിന് അത് കൈമാറും എന്നുള്ളതായിരുന്നു അന്ന് അദ്ദേഹം ആവർത്തിച്ചത്. ഇന്ന് മൊഴിയെടുക്കൽ പൂർത്തിയായതിനു ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ട സമയത്ത് അദ്ദേഹം വ്യക്തമാക്കുന്നത് അത് തന്നെയാണ്. നിർണായകമായ ചില രേഖകൾ തൻ്റെ കൈവശമുണ്ടായിരുന്നു. ആ കൈവശമുണ്ടായിരുന്ന രേഖകളടക്കം പോലീസിന് കൈമാറിയിട്ടുണ്ട്. അന്ന്, അതായത് ഈ കൊടകര കുഴൽപ്പണ കേസിന് ആധാരമായ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത്. ശരി, സൂരജിലേക്ക് വരാം. ഇപ്പോൾ MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഇന്നലെ ചേർന്നതിന് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ കരുനാഗപ്പള്ളിയിൽ ഉയർന്നു വന്നിട്ടുള്ള സംഘടനാപരമായ പ്രശ്നം ഉൾപ്പെടെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയുമായി ചർച്ച ചെയ്ത് ആവശ്യമായ സംഘടനാപരമായ നിലപാട് സ്വീകരിക്കും എന്ന് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് സെക്രട്ടേറിയറ്റിന് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ. രാവിലെ ഇവിടെ ജില്ലാ സെക്രട്ടേറിയറ്റും അതിനുശേഷം ജില്ലാ കമ്മിറ്റിയും ചേർന്നു. സംസ്ഥാന കമ്മിറ്റിയുടെ കൂടി സഹായത്തോടുകൂടി കരുനാഗപ്പള്ളിയിൽ ഉയർന്നു വന്നിട്ടുള്ള ഈ പ്രശ്നങ്ങൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതുപോലെ ജില്ലയിലുടനീളമുള്ള ഒരു പ്രശ്നമല്ല. കേരളത്തിലെ 207 ഏരിയ സമ്മേളനങ്ങളാണ് നടക്കേണ്ടത്. അതിലിവിടെ ഒരു സമ്മേളനം ഒഴിച്ച് ബാക്കി സമ്മേളനങ്ങളെല്ലാം ആദ്യം തന്നെ ജില്ലാ സമ്മേളനം നടക്കുന്ന ജില്ല എന്ന നിലയിൽ സമ്മേളനങ്ങളെല്ലാം ഏകണ്ഠമായ രീതിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. വളരെ ആരോഗ്യകരമായ സമ്മേളനങ്ങളായിട്ടാണ് 17 ഏരിയ സമ്മേളനങ്ങളും കൊല്ലം ജില്ലയിൽ പൂർത്തിയാക്കിയത്. എന്നാൽ കരുനാഗപ്പള്ളി ഏരിയയിൽ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിത്രമാണ് ഉണ്ടായത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി കരുനാഗപ്പള്ളിയിലെ ഈ തെറ്റായ പ്രവണതയുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന സെൻറ്ററിൽ നിന്ന് തന്നെ സഖാക്കൾ പങ്കെടുത്ത് സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ജില്ലാ കമ്മിറ്റിയും കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയും ചേർന്നതാണ്. യോജിച്ച് ഫലപ്രദമായി പാർട്ടി സംവിധാനത്തെ സമ്മേളനത്തിൻ്റെ ഘട്ടത്തിൽ കൈകാര്യം ചെയ്യണം എന്ന് അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തതാണ്. പക്ഷേ സമ്മേളനം ആരംഭിച്ചപ്പോൾ ഓരോ കമ്മിറ്റികളിലും, ലോക്കൽ കമ്മിറ്റികളിൽ
ചില കമ്മിറ്റികളിൽ യാതൊരു പ്രശ്നവുമില്ലാതെ സമ്മേളനം കഴിഞ്ഞു. ബാക്കി കമ്മിറ്റികളിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും പാർട്ടി ശ്രമിച്ചപ്പോൾ വളരെ തെറ്റായ നിലയിലാണ് ചില ലോക്കലുകളിൽ സമ്മേളന പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കേണ്ടുന്ന നിലപാടുകൾ പൂർത്തിയാക്കാനാവാതെ ഉണ്ടായത്. പാർട്ടിക്കാകെ പ്രയാസപ്പെടുത്തിയ ഇത്തരത്തിലുള്ള നിലപാടിനെ ഒരു തരത്തിലും പാർട്ടിക്ക് അംഗീകരിച്ചു പോകാൻ സാധിക്കുന്നതല്ല. തെറ്റായ ഒരു പ്രവണതയും പാർട്ടി വെച്ചു പൊറിപ്പിക്കുകയും ചെയ്യില്ല. തെറ്റുതിരുത്തൽ പ്രക്രിയയിലൂടെയാണ് പാർട്ടി ഓരോ ദിവസവും, ഓരോ മാസവും, ഓരോ വർഷവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഉണ്ടായ ഈ പ്രശ്നങ്ങളെല്ലാം ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത് നിലവിലുള്ള കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ പുനഃസംഘടിപ്പിക്കണം എന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം. ആ കമ്മിറ്റിക്ക് കരുനാഗപ്പള്ളിയിലെ പാർട്ടിയെ നയിച്ചു പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പാർട്ടി കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ഒരു അഡ്ഹോ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അതിനടിസ്ഥാനപ്പെടുത്തി അവിടെ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടി പാർട്ടി സഖാക്കളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അതിനടിസ്ഥാനപ്പെടുത്തി ഇനി സംഘടനാ പ്രവർത്തനം മുന്നോട്ടേക്ക് പോകും. തെറ്റായ എല്ലാ പ്രവണതയെയും പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും. ഇതാണ് ആ സംബന്ധിച്ച് പറയാനുള്ളത്. ഏരിയ സമ്മേളനം ഉണ്ടാവില്ല. ഇല്ല. അതൊക്കെ സംബന്ധിച്ചെല്ലാമുള്ള ഈ അഡ്ഹോ കമ്മിറ്റിയാണ് ഇനി തീരുമാനിക്കുക. അത് ഞാൻ മലയാളത്തിലല്ലേ പറയുന്നത്. അതൊക്കെ പരിശോധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അതൊക്കെ പരിശോധിച്ച് ചെയ്യും. നടപടി ഉണ്ടാവില്ല. കേട്ട കേളിയെല്ലാം അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പാർട്ടിയിൽ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുന്നു. താൽക്കാലിക ചുമതല ഒരു അഡ്ഹോക് കമ്മിറ്റിക്ക് കൈമാറുകയും പുതിയ ഏരിയ കമ്മിറ്റി നിലവിൽ വന്ന അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കുവയ്ക്കുകയായിരുന്നു. കരുനാഗപ്പള്ളിയിലേത് തെറ്റായ പ്രവണത എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നത്. ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കാൻ പോകുന്നു. അരുൺ രാജ് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ രാജ്, ഈ സമ്മേളനകാലത്ത് പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയ സംഭവമാണ് കരുനാഗപ്പള്ളിയിൽ ഉണ്ടായത്. ഇപ്പോൾ ആ ഏരിയ കമ്മിറ്റി തന്നെ പിരിച്ചുവിടുന്നു നേതൃത്വം, പകരം പുതിയ കമ്മിറ്റി വരാൻ പോകുന്നു. ജില്ലാ നേതൃയോഗങ്ങളിൽ MV ഗോവിന്ദൻ തന്നെ നേരിട്ട് പങ്കെടുത്ത് വ്യക്തമാക്കിയത് എന്താണ്? അരുൺ രാജ്. റീജിത്ത്, നമ്മൾ നേരത്തെ പുറത്തുവിട്ട വാർത്ത ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത പ്രത്യേക ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഈ തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പകരം ചുമതല അഡ്ഹോക് കമ്മിറ്റിക്ക് നൽകാനും കൂടിയാണ് തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. തെറ്റായ പ്രവണത പാർട്ടിക്കുള്ളിലുണ്ട്. ആ പാർട്ടി തെറ്റായ രീതിയിൽ പോകുന്നത് ഇനി കണ്ടു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്ര കടുത്തൊരു നടപടിയിലേക്ക് പാർട്ടി നേതൃത്വം പോകുന്നത് എന്ന സൂചനയാണ് സംസ്ഥാന സെക്രട്ടറി തന്നെ നൽകുന്നത്. കാരണം പലകുറി ഈ തെറ്റ് തിരുത്താൻ വേണ്ടി പാർട്ടി ആവശ്യപ്പെട്ടു. തെറ്റ് തിരുത്താനുള്ള ശ്രമങ്ങൾ പാർട്ടി നേതൃത്വം മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ ഇത് നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് ഈ ഏരിയ കമ്മിറ്റിയെ പൂർണ്ണമായും പിരിച്ചുവിടാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ കടന്നത്. ഏരിയ സമ്മേളനം പോലും കരുനാഗപ്പള്ളിയിൽ ഉണ്ടാകില്ല എന്നുള്ള സൂചന കൂടി ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിന് അദ്ദേഹം വിശദീകരണമായി പറയുന്നത് ഇക്കാര്യത്തിൽ വിഭാഗീയത ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണ്. പകരം ചുമതലയേൽക്കുന്ന അഡ്ഹോക് കമ്മിറ്റി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് 4 മണിക്ക് ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗങ്ങളെ കൂടി വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്നുള്ള സൂചന കൂടി പുറത്തേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ നടപടി കൂടുതൽ വിശദീകരിക്കുക, നടപടി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായ ഏരിയ കമ്മിറ്റികളിലൊന്നാണ്. ഏറ്റവും കൂടുതൽ പ്രവർത്തകരുള്ള ഏരിയ കമ്മിറ്റിയാണ്. അവിടെ ഇത്തരം പ്രവണതകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനും ഒരുപോലെ തന്നെ തലവേദന സൃഷ്ടിച്ചു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കടുത്ത നടപടി. അത് സമ്മേളന കാലയളവാണ്. ഈ സമ്മേളന കാലയളവിൽ ഒരു കടുത്ത നടപടിയിലേക്ക് പാർട്ടി നേതൃത്വം കടക്കുന്നു എന്നുള്ളത് പാർട്ടിക്കുള്ളിലെ ഈ തെറ്റായ പ്രവണത അവസാനിപ്പിക്കുന്നതിന്റെ നീക്കം കൂടിയാണ് എന്ന
കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, സാധാരണ പ്രവർത്തകരടക്കമുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന കാഴ്ച. ഇതിലെല്ലാം തന്നെ പാർട്ടി നേതൃത്വം പൂർണ്ണമായും മുഖവിലേക്ക് എടുക്കുന്നു. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന സൂചന കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം രാവിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അത് സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്നു. കാരണം ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നപ്പോൾ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കരുനാഗപ്പള്ളി കുലശേഖരത്തുണ്ടായ കയ്യാങ്കളി, അത് പാർട്ടി നേതൃത്വത്തിലുണ്ടാക്കിയ നാണക്കേട്, അവമതിപ്പ്, അത് കൃത്യമായി തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണ്. ഇനി ഈ പ്രവണത വെച്ച് പൊറുപ്പിക്കാൻ കഴിയില്ല എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ പൊതുവികാരമായി ഉയർന്നു വരികയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിലപാട് കൂടി ഇന്ന് വിശദീകരിക്കാൻ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി നേരിട്ട് ഇവിടെ എത്തിയത്. ആ വിശദീകരണ യോഗത്തിൽ കൃത്യമായി ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക്, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് പറയാനുള്ള കേട്ട ശേഷമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിലപാട് ഇപ്പോൾ പൂർണ്ണമായും അദ്ദേഹം അറിയിച്ചിട്ടിരിക്കുന്നത്. എന്തായാലും ഈ പ്രവണത തെറ്റാണ്, പാർട്ടിക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കി. വിഭാഗീയതയുടെ കാലത്ത് പോലും ഇല്ലാത്ത പ്രതിസന്ധി കരുനാഗപ്പള്ളിയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ്, BS പിണറായി പക്ഷകാലഘട്ടത്തിലെല്ലാം വിഭാഗീയത ഉണ്ടെങ്കിൽ പോലും ഇത്ര പരസ്യമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ കരുനാഗപ്പള്ളിയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് അത് ഉണ്ടായി. അത്തരം പ്രശ്നങ്ങളിലേക്ക് പോയി പൊതുനിരത്തിലേക്ക് പ്രവർത്തകർ എത്തുന്നു. ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രകടനമടക്കം ഉണ്ടാകുന്നു. അത് പാർട്ടിക്ക് താങ്ങാൻ കഴിയുന്നതല്ല. കാരണം ഈ സമ്മേളന കാലയളവിൽ മറ്റിടത്തും ഇതേ രീതി അനുവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതെല്ലാം മുന്നിൽ കണ്ടാണ് തുടക്കത്തിൽ തന്നെ ഉണ്ടായി ഈ പ്രശ്നത്തെ ഇപ്പോൾ പരിഹരിക്കാൻ നീക്കം നടക്കുന്നത്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്താണ്, ഒക്ടോബർ 22-ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇവിടെ എത്തി ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണമെന്ന് നിർദ്ദേശിച്ചിട്ട് പോയതാണ്. പക്ഷേ അപ്പോഴും പരിഹാരം ഉണ്ടായില്ല. വീണ്ടും ആ പ്രതിസന്ധി രൂക്ഷമാവുന്ന സാഹചര്യം ഉണ്ടായതോടെയാണ് നേരിട്ട് വീണ്ടും എത്തി ഇക്കാര്യത്തിൽ കടുത്ത നടപടി പാർട്ടി നേതൃത്വം സ്വീകരിച്ചത്. സമ്മേളന കാലയളവിൽ ഒരു ഏരിയ കമ്മിറ്റിയെ തന്നെ പിരിച്ചുവിടുക എന്നുള്ളത് അസാധാരണപരമായ നടപടിയിലേക്ക് പാർട്ടി നേതൃത്വം കടക്കുകയും ചെയ്തു. അരുൺരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കടുത്ത നടപടി കരുനാഗപ്പള്ളിയിൽ CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ് ഈ സമ്മേളന കാലത്ത് എന്നത് ശ്രദ്ധേയവുമാണ്. ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുന്നു, പകരം ഒരു അഡ്ഹോക് കമ്മിറ്റിക്ക് ചുമതല നൽകുന്നു. പുതിയ ഏരിയ കമ്മിറ്റി വരും. നിലവിലെ ആ നേതൃത്വം, കരുനാഗപ്പള്ളിയിലെ നേതൃത്വം പരാജയപ്പെട്ടു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ എന്ന് വിലയിരുത്തുന്നുണ്ട് CPM സംസ്ഥാന സെക്രട്ടറി. CPM സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് പങ്കെടുത്ത് നടന്ന ജില്ലാ നേതൃയോഗങ്ങൾ, അതിലുണ്ടായിരിക്കുന്ന തീരുമാനം വിശദീകരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. പാർട്ടിയുടെ അതിശക്തമായൊരു മേഖല, അവിടെ രൂപപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി, അത് വിഭാഗീയതയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്ത തരത്തിൽ വരുന്ന പരസ്യ പ്രതിഷേധങ്ങൾ, നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അത് തെരുവിലേക്ക് പോകുന്ന സാഹചര്യം, അതിനിടയിൽ പാർട്ടി ഇടപെടുകയാണ്. തെറ്റായ പ്രവണതയാണ് കരുനാഗപ്പള്ളിയിൽ ഉണ്ടായത് എന്ന വിമർശനം ഉയർത്തുകയാണ് MV ഗോവിന്ദൻ. അവിടെ സംസ്ഥാന നേതാക്കളെ അടക്കം തടഞ്ഞു വെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത്, കയ്യാങ്കളി അടക്കമുള്ള കാര്യങ്ങൾ. അതിനൊക്കെ ഒടുവിൽ കരുനാഗപ്പള്ളിയിൽ ഒരു കടുത്ത നടപടി, 11 പേർക്കെതിരെ നടപടി എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. MV ഗോവിന്ദൻ്റെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. പ്രയാസപ്പെടുത്തിയ ഇത്തരത്തിലുള്ള നിലപാടിനെ ഒരു തരത്തിലും പാർട്ടിക്ക് അംഗീകരിച്ചു പോകാൻ സാധിക്കുന്നതല്ല. തെറ്റായ ഒരു പ്രവണതയും പാർട്ടി വെച്ചു പൊറിപ്പിക്കുകയും ചെയ്യില്ല. സ്വാഭാവികമായിട്ടും ഉണ്ടായ ഈ പ്രശ്നങ്ങളെല്ലാം ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത് നിലവിലുള്ള കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ പുനഃസംഘടിപ്പിക്കണം എന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. കരുനാഗപ്പള്ളിയിലെ CPM വിഭാഗീയതയിൽ CPM സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ, അതിന് പിന്നാലെ കർശന നടപടി ഉണ്ടാവുകയാണ്. പരസ്യ പ്രതികരണം നടത്തിയവർക്കെതിരെ നടപടി വരാൻ പോകുന്നു. 11 പേർക്കെതിരെ നടപടിയെടുത്തു എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അരുൺരാജ് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺരാജ്, പുതിയ വിവരങ്ങൾ എന്താണ് അരുൺരാജ്? റിജിത്ത്, എന്തായാലും ഈ പരസ്യ പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങൾ ഇവയെ നടത്തിയവർക്കെതിരെ നടപടി ഉണ്ടാകും. അത് താൽക്കാലികമായി നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ 10-ലധികം വരുന്ന പ്രവർത്തകർക്കെതിരെ നടപടിക്ക് കൂടിയുള്ള ശുപാർശ ഇഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കാര്യത്തിൽ സ്ഥിരീകരണം അല്പസമയത്തിനകം വരുത്തേണ്ടി വരും. കാരണം അഡ്ഹോക് കമ്മിറ്റിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ ചുമതല ഇപ്പോൾ പാർട്ടി സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്നത്. എന്തായാലും CPM സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്ത ഈ യോഗത്തിൽ കൂടുതൽ കടുത്ത നടപടി ഉണ്ടാകുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കരുനാഗപ്പള്ളി പോലെ ഒരു ഏരിയ കമ്മിറ്റിയെ പിരിച്ചുവിടാൻ പാർട്ടി നേതൃത്വം തീരുമാനമെടുത്തതിന് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വികാരങ്ങൾ, അത് പാർട്ടി നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ തുടർച്ചയായി ഉണ്ടാകുന്ന അവിടുത്തെ കലഹങ്ങൾ, ലോക്കൽ സമ്മേളനങ്ങൾ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം, സംസ്ഥാന കമ്മിറ്റി നേതാക്കളെ അവിടെ പൂട്ടിയിടുന്ന സാഹചര്യം, മറ്റൊന്ന് തുടർച്ചയായി ഉണ്ടാകുന്ന വിവാദങ്ങൾ. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇനി ഈ കമ്മിറ്റിയുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ഈ കമ്മിറ്റി പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്ന വാദങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ന്യായങ്ങൾ ഇങ്ങനെയാണ്. കാരണം ഈ കമ്മിറ്റി 2 തവണ ഇതുമായി ബന്ധപ്പെട്ട
സംസ്ഥാന നേതൃത്വം നേരിട്ട് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകി. പക്ഷേ ഈ പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. ഇതോടെയാണ് ഈ വിഷയത്തിൽ അടിയന്തരമായ നടപടിക്ക് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സമ്മേളന കാലയളവിൽ ഒരു ഏരിയ കമ്മിറ്റിയെ പിരിച്ചുവിടുക, അത് പാർട്ടി സംസ്ഥാന സമ്മേളനം നടക്കുന്ന ഒരു ജില്ലയിൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ കമ്മിറ്റിയെ പിരിച്ചുവിടുക എന്ന അസാധാരണപരമായ ഒരു നടപടി പാർട്ടിയുടെ സമീപകാല ചരിത്രത്തിൽ ഇല്ലാത്തൊരു നടപടിയാണ് ഇപ്പോൾ പാർട്ടി എടുത്തിരിക്കുന്നത്. അതിന്റെ സാഹചര്യങ്ങൾ അത് പാർട്ടിയെ അത്രത്തോളം വേദനിപ്പിച്ചു എന്നുള്ളതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നത്. പ്രശ്നപരിഹാരത്തിന് എല്ലാ സാധ്യതയും പാർട്ടി തേടിയതാണ്, എല്ലാ ശ്രമങ്ങളും പാർട്ടി സംസ്ഥാന നേതൃത്വം അടക്കം നടത്തിയതാണ്. പക്ഷേ അപ്പോഴെല്ലാം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവിടുത്തെ പ്രാദേശിക ഘടകങ്ങൾക്ക് കഴിയാതെ പോയി. തുടർച്ചയായി ഉണ്ടാകുന്ന ലോക്കൽ സമ്മേളനങ്ങളിലെ പ്രശ്നങ്ങൾ അതെല്ലാം തന്നെ ഒരു പരിഹാരമില്ലാത്ത അവസ്ഥയിലേക്ക് പോയതോടെയാണ് ഇനി ഈ ഏരിയ കമ്മിറ്റിക്ക് തുടർന്നു കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയാണ് തങ്ങൾ പിരിച്ചുവിടുന്നത്. പകരം അഡ്കോ കമ്മിറ്റി, അത് ആരാണ് ഇനി അഡ്കോ കമ്മിറ്റിയിലേക്ക് എത്തുക, ആരാണ് അതിനെ നയിക്കുക എന്നീ കാര്യങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരിക്കും ഒരുപക്ഷെ തീരുമാനമെടുക്കുക. എന്തായാലും ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും ഇനി അവിടുത്തെ പ്രവർത്തനങ്ങൾ പോവുക. എന്തായാലും ഏരിയ സമ്മേളനങ്ങളടക്കം അവിടെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള വിവരം കൂടിയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് കരുനാഗപ്പള്ളിയിൽ നിന്ന് സംസ്ഥാന സമ്മേളനത്തിൽ ജില്ലാ സമ്മേളനത്തിലും പ്രതിനിധികൾ ഉണ്ടാകണമെങ്കിൽ ഇനി അഡ്കോ കമ്മിറ്റി അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. അതിന് എത്ര കാലതാമസം വരുമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ വല്ലാതെ പിടിച്ചുലച്ചു. ആ പിടിച്ചുലച്ചതിന്റെ ഫലമായി തന്നെയാണ് ഒരു ഏരിയ കമ്മിറ്റിയെ പൂർണ്ണമായും പിരിച്ചുവിടാനുള്ള അസാധാരണപരമായ നടപടി പാർട്ടി നേതൃത്വം ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചതാണ്, നേരത്തെ വിഭാഗീയതയുടെ കാലഘട്ടത്തിൽ പോലും ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത്തരം പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഈ കാര്യങ്ങളിൽ പാർട്ടിയെ വല്ലാതെ വേദനിപ്പിച്ചു, പാർട്ടിയെ അത്രത്തോളം ബുദ്ധിമുട്ടിലാക്കിയ സംഭവങ്ങളാണ് കരുനാഗപ്പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോക്കൽ സമ്മേളനങ്ങൾ പോലും നടത്താൻ കഴിയാത്ത സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പാർട്ടി നേതൃത്വം വിലയിരുത്തുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി എന്നുള്ളതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ വിശദീകരണം. കരുനാഗപ്പള്ളി CPM-ലെ അതിരൂക്ഷമായ വിഭാഗീയതയ്ക്ക് പിന്നാലെ കടുത്ത നടപടിയിലേക്ക് സംസ്ഥാന നേതൃത്വം കടന്നിരിക്കുകയാണ്. MV ഗോവിന്ദൻ തന്നെ നേരിട്ട് പങ്കെടുത്ത ജില്ലാ നേതൃയോഗങ്ങൾ അതിനുശേഷമുള്ള തീരുമാനം വിശദീകരിക്കുമ്പോൾ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയെ പിരിച്ചുവിട്ടിരിക്കുന്നു, പകരം അഡ്ഹോക് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന കാര്യം MV ഗോവിന്ദൻ വിശദീകരിക്കുകയായിരുന്നു. KR ഗോപികൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോപികൃഷ്ണൻ, ഈ KR ഗോപികൃഷ്ണനിലേക്ക് പോകുന്നതിന് മുമ്പ് MV ഗോവിന്ദന്റെ പ്രതികരണം ഒരിക്കൽ കൂടി. പാർട്ടിക്കാകെ പ്രയാസപ്പെടുത്തിയ ഇത്തരത്തിലുള്ള നിലപാടിനെ ഒരു തരത്തിലും പാർട്ടിക്ക് അംഗീകരിച്ചു പോകാൻ സാധിക്കുന്നതല്ല. തെറ്റായ ഒരു പ്രവണതയും പാർട്ടി വെച്ചു പൊറിപ്പിക്കുകയും ചെയ്യില്ല. സ്വാഭാവികമായിട്ടും ഉണ്ടായ ഈ പ്രശ്നങ്ങളെല്ലാം ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത് നിലവിലുള്ള കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ പുനഃസംഘടിപ്പിക്കണം എന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. KR ഗോപികൃഷ്ണൻ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. KR ഗോപികൃഷ്ണൻ, ഈ സമ്മേളന കാലത്ത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടുണ്ടാക്കിയ ഒരുപാട് സംഭവങ്ങൾ കരുനാഗപ്പള്ളിയിൽ നിന്നുണ്ടായി. അവിടെ സമ്മേളനങ്ങൾ നടത്താൻ കഴിയാത്ത സാഹചര്യം, കുലശേഖരപുരത്ത് സംസ്ഥാന നേതാക്കളെ പൂട്ടിയിടുന്ന സാഹചര്യം, പ്രതിഷേധം തെരുവിലേക്ക് നീങ്ങുന്നത്, പാർട്ടി നേതൃത്വത്തെ ചോദ്യം ചെയ്തുള്ള പ്രവർത്തകരുടെ പ്രതികരണം, ഞങ്ങൾ പാർട്ടി വിട്ടുപോവുകയാണ് എന്നുവരെ പ്രവർത്തകർ പ്രതികരിക്കുന്ന നില, അതിനെ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് പാർട്ടി കണ്ടത്. അച്ചടക്ക നടപടി ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. ഇന്നത്തെ യോഗത്തിൽ ഒരു അനുനയത്തിൻ്റെ സ്വരമായിരിക്കുമോ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക, അതോ കടുത്ത നടപടിയുടെ ഭാഷയിലായിരിക്കുമോ കാര്യങ്ങൾ കാണുക എന്നുള്ളത് ശ്രദ്ധേയമായിരുന്നു. കടുത്ത നടപടിയിലേക്ക് തന്നെ കടന്നിരിക്കുന്നു, കടുത്ത അച്ചടക്ക നടപടിയിലേക്ക് തന്നെ കടന്നിരിക്കുന്നു. അസാധാരണമെന്ന് വിലയിരുത്താവുന്ന തരത്തിൽ ഒരു ഏരിയ കമ്മിറ്റി തന്നെ പിരിച്ചുവിടുന്നു. അവിടെ ഏരിയ സമ്മേളനവും ഉണ്ടാവില്ല എന്ന് MV ഗോവിന്ദൻ വിശദീകരിക്കുന്നു. അവിടെയുള്ള പ്രശ്നങ്ങളെ ഇതിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്ന CPM നേതൃത്വത്തിന്റെ പ്രതീക്ഷയെ എങ്ങനെ കാണണം KR ഗോപികൃഷ്ണൻ? റീജിത്ത്, ഈ CPM-നെ സംബന്ധിച്ച് വളരെ വിഭാഗീയത, CPM-നകത്തെ പാർട്ടിക്കകത്തെ ആഭ്യന്തര വിഭാഗീയത വളരെ രൂക്ഷമായിരുന്നു. അതായത് പിണറായി VS വിഭാഗീയത വളരെ രൂക്ഷമായിരുന്ന കാലത്ത് ഇതുപോലെ സമാനമായ രീതിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും വലിയ രീതിയിൽ ആ വിഭാഗീയത മൂർച്ഛിച്ചതിൻ്റെ മുഴുവൻ സാഹചര്യങ്ങളും സത്യത്തിൽ പ്രതിഫലിച്ച ഒരിടമായിരുന്നു കരുനാഗപ്പള്ളി ഇതിനു മുൻപും. അതിനുശേഷം ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് ഈ സമ്മേളന കാലത്ത് CPM പലയിടങ്ങളിലും നേരിടുന്ന വിഭാഗീയതയുടെ പ്രശ്നങ്ങൾ, അത് നേതൃത്വത്തിനെതിരായിട്ടുള്ള ശക്തമായ താക്കീതും മുന്നറിയിപ്പും ഒക്കെയായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അത് ഇപ്പോൾ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്ന കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലായാലും, അതല്ല അമ്പലപ്പുഴ ഏരിയ സമ്മേളനങ്ങളിൽ നിന്ന് G സുധാകരൻ ഒഴിവാക്കപ്പെട്ടതും അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിവാദമായാലും, പത്തനംതിട്ടയുടെ ഭാഗമായി നിലനിൽക്കുന്ന തിരുവല്ല നോർത്ത് നഗരം നോർത്ത് ലോക്കൽ സമ്മേളനം നടത്താൻ കഴിയാതെ പോയ സംഭവമായാലും, ഇതൊക്കെ തന്നെ പാർട്ടി നേതൃത്വത്തിനെതിരെ
വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായിരിക്കുന്നത്. കരുനാഗപ്പള്ളിയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ഒരു വിഭാഗം പ്രവർത്തകർ പ്രതിഷേധം നടത്തുമ്പോൾ അവരുടെ പ്ലക്കാർഡിൽ എഴുതിയിരുന്നത് സേവ് CPM എന്നുള്ളതാണ്. ഇപ്പോൾ CPMനെ സംബന്ധിച്ച് ഇത് CPMന്റെ നേതൃത്വത്തിനെതിരെ, പ്രാദേശിക നേതൃത്വത്തിനെതിരെയൊക്കെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും CPMന്റെ സംസ്ഥാന നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയായി തീരുന്ന, അവർക്ക് മുന്നിൽ വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു പ്രശ്നമായി ഇത് മാറുന്നുണ്ട്. ഇപ്പോൾ MP ഗോവിന്ദൻ ഇടപെട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഈ അച്ചടക്ക നടപടി, അതായത് ഏരിയ കമ്മിറ്റി പൂർണ്ണമായി പിരിച്ചുവിടുക, അവിടെ പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഒരുപക്ഷെ പാർട്ടിയെ സംബന്ധിച്ച് സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്ന ഒരു ജില്ലയിൽ ഇത്ര രൂക്ഷമായ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നത് പാർട്ടിയെ സംബന്ധിച്ച് അങ്ങേയറ്റം സംസ്ഥാന തലത്തിൽ തന്നെ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്ന, അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കുന്ന, എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ആ പ്രശ്നത്തിന് ഉടനടി പരിഹാരം ഉണ്ടാക്കുക, അതിന് ശക്തമായ നടപടികളിലേക്ക് കടക്കുക എന്നതാണ് CPMന് മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട പോംവഴി. കാരണം നേതൃത്വത്തെ സംബന്ധിച്ച് CPMന്റെ കേഡർ സംവിധാനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു സന്ദർഭം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം CPM നിരീക്ഷകൻ അഡ്വക്കേറ്റ് അസ്കർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റിജിത്ത്, ഞാൻ ശ്രീ അസ്കറിലേക്ക് 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. അഡ്വക്കേറ്റ് അസ്കർ, ഈ നടപടിയെ താങ്കൾ എങ്ങനെ കാണുന്നു? സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്ന ജില്ല, കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ഒരു വിഭാഗം പ്രവർത്തകർ സേവ് CPM എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. കുലശേഖരപുരത്ത് നമ്മൾ കണ്ട ഈ തമ്മിൽ തല്ല്, ഇതൊക്കെ CPM നേതൃത്വത്തെ, സംസ്ഥാന നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന നടപടികളല്ലേ? ഇതിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ അച്ചടക്ക നടപടി അതെന്ത് ഫലമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ജില്ലയിലെ ഏറ്റവും ശക്തമായ പാർട്ടി സംവിധാനമുള്ള ഒരു ഏരിയ കമ്മിറ്റിയാണ് കരുനാഗപ്പള്ളി. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ വേരോട്ടമുള്ള, അടിസ്ഥാനപരമായി സംഘടനാ പ്രശ്നങ്ങൾ കൂടി നേരിടുന്ന ഒരു ഏരിയ കമ്മിറ്റിയാണ്. സ്വാഭാവികമായും 2002 സമാനമായിട്ടുള്ള പാർട്ടി പ്രതിസന്ധി നേരിട്ടിട്ടുള്ള ഒരു ഏരിയ കമ്മിറ്റിയാണ്. പാർട്ടിയുടെ മുൻ ഏരിയ സെക്രട്ടറി സഖാവ് പരമേശ്വരൻ പോറ്റി അടക്കമുള്ള ആളുകൾ, പാർട്ടിയുടെ ഏറ്റവും നെടുന്തൂണായി കരുനാഗപ്പള്ളിയിൽ നിന്നിരുന്ന ആളുകൾ പാർട്ടി വിട്ട് മുൻ നേതാവ് CIT നേതാവ് VB ചെറിയാൻ പക്ഷത്തോടൊപ്പം പോവുകയും പുതിയ പാർട്ടി രൂപീകരിക്കുകയും അതിശക്തമായ പ്രതിസന്ധി പാർട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ഏരിയ കമ്മിറ്റിയാണ്. PR വസന്തനെ പോലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാർ തുടർന്ന് വന്ന് കെട്ടിപ്പടുത്തിയിട്ടുള്ള ഒരു ഏരിയ കമ്മിറ്റി കൂടിയാണ് കരുനാഗപ്പള്ളിയിലേക്ക്. അപ്പോൾ ഇപ്പോ നടക്കുന്ന സംഭവ വികാസങ്ങൾ പാർട്ടിക്ക് ഭൂഷണമല്ലെന്ന് പാർട്ടിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സമ്മേളനം നടക്കേണ്ട ജില്ലയായിരുന്നിട്ട് പോലും ജില്ലാ സമ്മേളനം വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്ന ഒരു ജില്ല എന്ന നിലയിൽ പോലും വളരെ ശക്തമായ നടപടിയിലേക്ക് പാർട്ടി കടന്നിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇത് സ്വാഗതാർഹമാണ്. പാർട്ടി കേഡർ സ്വഭാവത്തിൽ നിന്ന് വഴുതി പോകുന്ന ഘട്ടത്തിൽ പാർട്ടി ശക്തമായി ഇടപെടും എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. പാർട്ടി ഓരോ വിഷയത്തെ സംബന്ധിച്ച് ഇന്ന് കൂടിയ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് പാർട്ടിയെ റീബിൽഡ് ചെയ്യുക കരുനാഗപ്പള്ളിയിൽ എന്നുള്ളതിന്റെ ഒരു കടുത്ത നടപടിയായി തന്നെ കാണണം. അത് ഒരു തരത്തിലും ഉൾപാർട്ടി ജനാധിപത്യത്തെ ഹനിക്കുന്നതിനു വേണ്ടിയല്ല, പാർട്ടിയുടെ കെട്ടുറപ്പിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ നടപടിയായി ഇതിനെ കാണണം. അത് സ്വാഗതം ചെയ്യേണ്ടത് കൂടിയാണ്. അഡ്വക്കേറ്റ് അസ്കർ, പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, സംസ്ഥാന നേതൃത്വത്തിന്റെ കഴിവിനെ, അതിൻ്റെ പ്രാപ്തിയെ, അതിൻ്റെ സംഘടനാ സംവിധാനം നിലനിർത്താനുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ ബലത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നായി ഈ സംഭവ വികാസങ്ങൾ മാറുന്നുണ്ടോ? ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം ഈ കഴിഞ്ഞ 22-നാണ്, ഒക്ടോബർ 22-നാണ് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഇടപെട്ട് ഇനി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികളിലേക്കൊക്കെ കടന്നത്. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതിനെ തൊട്ടു പിന്നാലെ അത് കേൾക്കാതെയുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ശക്തമായ കുലശേഖരപുരം നോർത്തിൽ ഈ ലോക്കൽ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പാർട്ടി കൊള്ളക്കാരുടെ പിടിയിലാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് സേവ് CPM എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ആലപ്പുഴയിലും സമാനമായ രീതിയിൽ ആലപ്പുഴയിൽ നിന്ന് ഒരു CPM നേതാവ് BJPയിലേക്ക് കൂടുമാറുന്നു. അദ്ദേഹം പറയുന്നത് കേരളത്തിലുടനീളം പാർട്ടി ഇപ്പോൾ ഒരു കോക്കസിന്റെ കയ്യിലാണെന്നാണ്. പിന്നെ ഈ പത്തനംതിട്ട തിരുവല്ലയിലെ പ്രശ്നം, അവിടെ സിജിമോനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട ഒരു വിഭാഗം രംഗത്തുണ്ട്. അപ്പോൾ അതിലെ പ്രവർത്തന റിപ്പോർട്ട് ആദ്യമായി പ്രതിനിധികളിൽ നിന്ന് തിരിച്ചു വാങ്ങുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ സംസ്ഥാന നേതൃത്വത്തിന്റെ കാര്യക്ഷമതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക്, ആ തലത്തിലേക്ക് പാർട്ടിയിലെ വിഭാഗീയത മാറുകയല്ലേ? അതല്ലേ അതിന്റെ സൂചനകളല്ലേ ഈ കാണുന്നതൊക്കെ? 64 ശേഷം CPMന്റെ ചരിത്രം പരിശോധിച്ചതിന് ഇതിനു മുമ്പ് പലപ്പോഴും ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി പാർട്ടി നേരിട്ടുണ്ട്. സഖാവ് MV രാഘവൻ പാർട്ടി വിട്ടു പോകുന്ന ഘട്ടത്തിൽ ആ നേരിട്ട ഒരു പ്രതിസന്ധിയുടെ 10-1 അല്ലെങ്കിൽ 1000-1 പോലും
ഒരു പ്രതിസന്ധി ഈ ഘട്ടത്തിലില്ല. പാർട്ടിയെ സംബന്ധിച്ച് പുതിയ കാലക്രമത്തിനനുസരിച്ച് പാർട്ടിക്കുള്ളിൽ ചില കോക്കസുകൾ രൂപപ്പെട്ടിട്ടുണ്ടെന്ന് തുറന്ന് സമ്മതിക്കാതിരിക്കാൻ നിർവാഹമില്ല. അത് ഒരുപക്ഷെ പുറത്തു പോകുന്ന നേതാക്കന്മാരെ സംബന്ധിച്ചല്ല, അല്ലെങ്കിൽ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അസംതൃപ്തി ഉറഞ്ഞുകൂടിയതിനു ശേഷം അവർ പാർട്ടി വിട്ട് പുറത്തു പോകുന്നതാണ്. അല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് പാർട്ടി ഇപ്പോൾ കോക്കസിന്റെ പിടിയിലാണെന്നൊന്നും കരുതാനാവില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി നേരിട്ട് പങ്കെടുത്തുകൊണ്ട് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും കൂടിയതിനു ശേഷം ഇത്തരമൊരു നടപടിയിലേക്ക് പാർട്ടി ഏരിയ കമ്മിറ്റിയെ തന്നെ സമ്മേളന കാലയളവിൽ പിരിച്ചുവിടുന്ന നടപടിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് അത്ര ചെറുതായ ഒരു സംഘടനാ നടപടിയല്ല. മാത്രമല്ല, പാർട്ടി സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്തുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ആണ് ഓരോ ലോക്കൽ സമ്മേളനം നടത്തുന്നതിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പാർട്ടി ഏരിയ സമ്മേളനങ്ങളിൽ മാത്രം പങ്കെടുക്കുന്ന കീഴ്വഴക്കമുണ്ടാകുന്നു എന്നിരിക്കെ നേരിട്ട് സംസ്ഥാന കമ്മിറ്റി ഒന്നിലധികം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ലോക്കൽ സമ്മേളനങ്ങളും തുടർന്ന് നടത്തുന്നതിന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി നിർദ്ദേശം നൽകിയത്. അത്തരത്തിൽ നടന്നു വരുമ്പോൾ പോലും ഉൾപാർട്ടി ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന തോതിൽ വിഭാഗീയതയുടേതായിട്ടുള്ള ചില മുഖങ്ങൾ ലോക്കൽ സമ്മേളനങ്ങളിൽ കണ്ടതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഏരിയ കമ്മിറ്റിക്ക് കമ്മിറ്റി സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന പ്രാപ്തിയില്ല എന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കടുത്ത നടപടിയിലേക്ക് സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ സെക്രട്ടേറിയറ്റ് എത്തിച്ചേർന്നിരിക്കുന്നത്. ശരി, വളരെ നന്ദി. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് അഡ്വക്കേറ്റ് ബീൻ ഹസ്കർ, ഇടതു നിരീക്ഷകൻ, നമ്മളോട് ഈ വാർത്തയെ സംബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു. ഇനി നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. നോക്കാം ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. വാർത്താമഴയുടെ സമയം പൂർത്തിയാവുകയാണ്.